എൻ്റെ പാവലും പടവലും ഒക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയാതെ. എനിക്കിവിടെ കുറച്ച് പടവലും പാവലും ഉണ്ട്. അതെല്ലാം ഞാൻ ഇതിൻ്റെ മുകളിൽ കയറ്റി വിട്ടിരിക്കുക. നമ്മുടെ ഇവിടെ സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ എന്ത് പറ്റി, ഞാൻ 2 പ്രാവശ്യമായിട്ട് നെറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് 2 സൈഡിൽ വിട്ടു. പക്ഷേ എഗെയിൻ ഈ കോർണർ സ്പേസിൽ നമുക്ക് ഒന്നുമില്ല, പന്തലില്ല. വെറുതെ ഞാൻ വള്ളികൾ വലിച്ചു കെട്ടിയിട്ടേ ഉള്ളൂ. ഞാനിട്ട നെറ്റേ ഇവിടം കൊണ്ട് വന്ന് നിൽക്കുകയാണ്. ഇതെൻ്റെ പാവലും പടവലുമാണ്. സോ ഇങ്ങോട്ടുള്ള ഒന്നുമില്ല, കയറ് മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലേ കയറിപ്പോകാൻ പന്തലൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പാവൽ ഞാൻ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. സെയിമാണ് ഇവിടെ സാലഡ് കുക്കുംബറും. ഇങ്ങനെ നിൽക്കുക. അവർക്കാർക്കും കയറി പോകാനൊരു സ്ഥലം ഞാൻ ഒരുക്കിയിട്ടില്ല. അപ്പം ഇന്ന് അതിനൊരു സ്ഥലം ഞാൻ ഒരുക്കി കൊടുക്കാൻ പോവാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പലരും ഉപയോഗിക്കുന്ന സാധനമാകും. നമ്മുടെ പന്തലിൻ്റെ മുകളിലിടാൻ പറ്റിയ ഒരു സാധനമാണിത്. ഈ ഓലയുടെ തുമ്പ് നമുക്കങ്ങ് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. പുറകോട്ടെടുക്കുന്നില്ല, കാരണം അത് ഹെവി വെയിറ്റ് ആവും. അത്യാവശ്യം നമുക്കൊരു വലിയ തുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ കയറ്റിയിട്ടാൽ മതി. പിന്നെ വെയിറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തുമ്പ് മാത്രം എടുത്തത്. എൻ്റെ ക്രീപ്പേഴ്സിനെ കയറിപ്പോകാനുള്ള ആ വേക്കൻറ്റ് സ്പേസ് ഇല്ലേ, അത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഓലകളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തേങ്ങയിട്ടപ്പോൾ ഓലകളെല്ലാം കൂടി എടുത്തിട്ടിരുന്നു. അതെല്ലാം ഞാൻ അതിൻ്റെ തുമ്പ് മാത്രമാണ് എടുത്തത്. കാരണം മറ്റേ വലിയ പോർഷൻ എടുത്ത് അതിൻ്റെ തണ്ടൂടെ ഉണ്ടെങ്കിൽ ഹെവി ലോഡാകും. പിന്നെ എൻ്റെ പന്തലെല്ലാം കൂടെ താഴെ പോരുകയുള്ളൂ. ആദ്യമേ ഇച്ചിരി നീളമുള്ള പീസസ് എടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ഹുക്ക് ചെയ്യാം. അതിനുശേഷം ഈ കയറിലേക്ക് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ റൺ ചെയ്യാം. ഇതാണ് ഇപ്പം ഞാൻ വെച്ച ഓലത്തുമ്പ്. നമ്മുടെ പാവലിനെ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടു. ഇനി അടുത്തത് ഇവിടെയാണ് അടുത്ത ആവശ്യക്കാരുള്ളത്. എന്നിട്ട് വഴുതെറ്റിപ്പോയ ഇവനെ ഞാൻ പിടിച്ച് മുകളിലേക്കിടുകയാണ്. ഓലത്തുമ്പൊക്കെ നമ്മുടെ കയറിൻ്റെ മണ്ടയ്ക്കോട്ട് കയറ്റിയിട്ടേക്കാം. അടുത്തത് ഇവിടെ ഉള്ളവരെ കൂടെ കയറ്റിവിടാം. ഇവരും റൺ ചെയ്യാൻ സ്പേസ് ഇല്ലാതെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുകയായിരുന്നു. സോ ഇവരെ നമുക്ക് ഇതിനിടയ്ക്കായിട്ട് വിടാം. അപ്പോൾ പിന്നെ ഇവർക്ക് റൺ ചെയ്യാൻ സ്പേസായി. ഇനിയേ ചെറിയ ഒരു ഓലത്തുമ്പൂടെ എൻ്റെ കയ്യിലുള്ളൂ. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത്രയും നമുക്ക് കിട്ടി. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരിക്കലും കൂടെ നമുക്ക് ചെയ്യാം. ആദ്യമേ നമുക്കങ്ങ് വിളക്ക് കത്തിച്ചു. ഇനി ഈ കുപ്പികൾക്കെല്ലാം ഒന്ന് ഹോളിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ പടവലും പാവലും കയറ്റി വിടണം. അവരൊക്കെ പൂത്ത് കായ്ച്ച് നിൽക്കുക. ഇനി നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഈച്ച വന്ന് കുത്തിക്കും. അടിയിൽ കൂടെ 1-2 ഹോൾ ഇടണേ, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? വെള്ളം എന്തെങ്കിലും പൂൾ ചെയ്ത് ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഹാങ് ചെയ്ത് കിടക്കും. പിന്നെ ഇതെല്ലാം കൂടെ താഴോട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ ഈ മുകളിൽ കയറ് കെട്ടാനിട്ട് ഹോളിനെ ഒന്ന് വലുതാക്കാം. ജസ്റ്റ് കയറൊന്ന് കയറ്റി ഇറക്കാൻ വേണ്ടിയുള്ള കൊടുത്താൽ മതി. എഗെയിൻ ഇതാണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വള്ളി എടുത്തു.
ഇതിലേക്ക് കയറ്റി യെസ്, അങ്ങനെ നമ്മുടെ കവർ റെഡി. ഇവിടെ ഒരു കുഞ്ഞി പാവയ്ക്ക നിൽപ്പുണ്ട്. നമുക്ക് അവനെ ഈ കുപ്പിക്കകത്തങ്ങ് കയറ്റിയേക്കാം. ഇങ്ങനെ കയറ്റി ഈ പാവലിൻ്റെ വള്ളിയെ കൂടെ ചേർത്ത് നമുക്കങ്ങ് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇവന് വളർന്നോളും. ഈച്ചയോ കൊതുകോ ഒന്നും ഇവനെ കുത്തുകയില്ല. ഇതാണ് നമ്മൾ ഇപ്പം കെട്ടിക്കൊടുത്ത കുപ്പി. ആ പാവയ്ക്ക അതിനകത്ത് സേഫായിട്ടിരിക്കുന്നു.